അങ്ങനെ മാർച്ചിങ് എത്തിയല്ലേ. ഇന്ത്യയിലെ ഓരോ അക്കൗണ്ടന്റിനും മാർച്ച് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മന്താണ്. എല്ലാ മന്തും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ മാർച്ച് എന്ന് പറയുന്നത് എന്താണ്, ഇയർ ക്ലോസിംഗ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എന്താണ്, ഏപ്രിൽ ടു മാർച്ച് ആണ്. 1st ഏപ്രിൽ ടു 31st മാർച്ച് ആണ്. അപ്പോൾ മാർച്ച് മാസത്തിൽ നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഫൈനാൻഷ്യൽ ക്ലോസിംഗ് ആണ് അത്. അപ്പോൾ നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ചെയ്തിട്ടാണ് നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫൈനലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അക്കൗണ്ടൻ്റ് നിർബന്ധമായിട്ടും ഫൈനലൈസേഷൻ അറിഞ്ഞിരിക്കണം. അതറിയാത്ത ഒരാളെ അക്കൗണ്ടൻ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. വെറും ഒരു ബില്ലിംഗ് സ്റ്റാഫ് മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ ഫൈനലൈസേഷൻ പറയുന്നത് എന്താണ്, അത്രയ്ക്കും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു വർഷത്തിലല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഓരോ മന്തിലും നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എല്ലാം പാസ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ ഇയർ എൻഡിങ്ങിലെ പണികൾ നമുക്ക് കുറേ കുറഞ്ഞു കിട്ടും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ടാലിയിൽ ഫൈനലൈസേഷൻ ചെയ്യുക, എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആണ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് syamastallyclass@gmail.com ആണ്. അപ്പോൾ ഫൈനലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ആ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലൈസേഷൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേ ടു ഡേ പ്രോപ്പർ അക്കൗണ്ടിങ് വർക്കാണ്. അതായത് നമ്മൾ എന്താണ്, ഡെയിലി നമ്മൾ എന്താണ് അക്കൗണ്ടിങ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം എന്നർത്ഥം. അതായത് ഡേ ബുക്ക് എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മളുടെ സോഴ്സ് ഡോക്യുമെൻറ്റിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഡേ ബുക്കിൽ വന്നിട്ടില്ലേ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ടാലി സെലക്ട് ചെയ്തിട്ടെടുത്തു. ടാലിയിൽ നമ്മൾ എന്താണ്, ഡേ ബുക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് വൗച്ചറിൻ്റെ അടിയിൽ തന്നെ നമുക്ക് ഇവിടെ ഡേ ബുക്ക് കാണുന്നുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ജസ്റ്റ് K അടിച്ച് ചെയ്യാൻ നമ്മൾ നേരെ ഡേ ബുക്കിലേക്ക് പോകും. അപ്പോൾ ഡേ ബുക്കിൽ ഇപ്പോൾ നമുക്ക് 2 എൻട്രീസ് മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് ഇവിടുത്തെ ഈ ഡേറ്റ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാ ഡേറ്റിലെ എൻട്രീസും കാണണം വിചാരിക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് F2 അടിക്കുക, എസ്കേപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് എല്ലാ ഡേറ്റിലുള്ള എൻട്രീസും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, നമ്മളുടെ സോഴ്സ് ഡോക്യുമെൻറ്റിലെ കാര്യങ്ങൾ. എന്താണ് സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള ബില്ലുകൾ, പർച്ചേസ് ബില്ല്, സെയിൽസ് ബില്ല്, അതേപോലെ തന്നെ പേയ്മെൻറ്റ്, റെസിപ്റ്റ്, ഇതെല്ലാം ഇവിടെ വന്നിട്ടില്ലേ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡേ ബുക്കിൽ എന്താണ്, എല്ലാ എൻട്രീസും ഉണ്ടായിരിക്കും. നമ്മൾ വൗച്ചറിൽ ഏതൊരു എൻട്രി ചെയ്താലും അതെല്ലാം എന്താണ്, ഡേ ബുക്കിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡേ ബുക്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ എൻട്രികളായിട്ട് നമ്മളിങ്ങനെ ചെക്ക് ചെയ്തിട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ പർച്ചേസ് മാത്രമാണ് കിട്ടേണ്ടതെന്ന് വിചാരിക്കുക, നമുക്ക് ഫിൽറ്ററിങ് ഓപ്ഷൻ ഉപയോഗിക്കാം. അതിനുവേണ്ടി ഇവിടെ നമുക്കൊരു കീ കാണാൻ പറ്റും, അപ്ലൈ ഫിൽറ്റർ. ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ലുക്ക് ഫോർ, എന്താണ് നമുക്ക് കാണേണ്ടത്, എന്താണ് നമുക്ക് കാണേണ്ടത്, അത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് പർച്ചേസ് ആണ് കാണേണ്ടതെന്ന് വിചാരിക്കുക, നമ്മളിവിടെ ജസ്റ്റ് പർച്ചേസ് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇവിടുത്തെ സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ കണ്ടോ, ഇവിടെ നമുക്ക് നമ്മുടെ കമ്പനിയിലുള്ള എല്ലാ പർച്ചേസുകളുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ വരും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇതേപോലെ സെയിൽസ് കാണാം, പേയ്മെൻറ്റ് കാണാം, റെസിപ്റ്റ് കാണാം, ഇങ്ങനെ എല്ലാതും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റും. അപ്പോൾ ഞാൻ ഡാറ്റ ഫിൽറ്ററിങ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ബാങ്കുകൾ, ഇപ്പോൾ ഒരു കമ്പനിക്ക് 4ഓ 5ഓ ബാങ്ക് ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്തിരിക്കണം. എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ ബാങ്കിൻ്റെ
അതായത് നമ്മളുടെ ബിസിനസ്സിന്റെ ബാങ്കിന്റെ ലെഡ്ജറിലെ എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ടോ? നമ്മളുടെ തന്നെയാണല്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ള ഒരു കമ്പാരിസൺ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറയുക. അപ്പോൾ ഇത് എല്ലാ സമയത്തും എന്താണ്? മാച്ച് ചെയ്തിട്ട് പോകണം. അപ്പോൾ ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്യാനും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്യുക? നമുക്ക് ആദ്യം ബാങ്കിന്റെ ലെഡ്ജറാണ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മുകളിൽ ഗോ ടു അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് നമുക്ക് അടിക്കാം. ഇവിടെ നമുക്ക് ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ബാങ്ക് നോട്ട് കാണുന്നുണ്ട്. നമ്മളിവിടെ ബാങ്ക് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. എത്ര ബാങ്ക് ഉണ്ടെങ്കിൽ അത്ര ബാങ്ക് കാണിക്കും. വീണ്ടും ഒന്നും കൂടി എൻ്റർ അടിച്ചു. ഏത് മന്തിലാണ് നമുക്ക് റീകൺസിൽ ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്ക് ഏപ്രിലാണെങ്കിൽ നമ്മൾ ഏപ്രിൽ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കീ കാണാൻ പറ്റും, റീകൺസിൽ. ഓൾട്ട് ആർ അടിച്ചാൽ മതി. ഇവിടെ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ഇങ്ങനെ കാണിക്കും അൺറീകൺസിലെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ബുക്കിലുള്ള ട്രാൻസാക്ഷനും അതേപോലെ നമ്മൾ റീകൺസിൽ ചെയ്യാത്ത ട്രാൻസാക്ഷനുമാണ്. മൊത്തം 5 ട്രാൻസാക്ഷനാണ് നമ്മൾ റീകൺസിൽ ചെയ്യാത്ത ട്രാൻസാക്ഷൻ. ഇത് നമുക്ക് റീകൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ മാനുവൽ റീകൺസിൽ ഓൾട്ട് ആർ അടിച്ചു. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ബാങ്ക് ഡേറ്റ് എന്നുള്ളൊരു കോളം വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മുടെ ലെഡ്ജറുമായി നമ്മൾക്ക് റീകൺസിൽ ചെയ്യാം. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ടുള്ള ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഡേറ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അടിയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ബാലൻസ് ആസ് പെർ കമ്പനി ബുക്സ് ഉണ്ട്, അവൈലബിൾ ഓൺലി ഇൻ ബുക്സ്. നമ്മൾ പാസ്ബുക്കിൻ്റെ ബാലൻസിലേക്കാണ് നമ്മൾ മുട്ടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ ബാങ്ക് റീകൺസിലിയേഷൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാകും. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് നോ നെഗറ്റീവ് ക്യാഷ് ബാലൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്താണ്, ഒന്നും നെഗറ്റീവായി വരാൻ പാടില്ല. നമ്മുടെ അടുത്ത് ഇപ്പോൾ 1000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ 1500 രൂപ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ഡേറ്റിലും ക്യാഷ് ബാലൻസ് നിർബന്ധമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. നമ്മൾ എന്നും വൈകിട്ട് പോകുന്നതിന് മുമ്പേ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഡ്രോയിലുള്ള ക്യാഷും സോഫ്റ്റ്വെയറിലെ ക്യാഷും നമ്മൾ റീചെക്ക് ചെയ്യണം. അതായത് രണ്ടും മാച്ചായിട്ട് തന്നെ പോകണം എന്നർത്ഥം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്യാഷ് ബാലൻസ് എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്യാഷ് ബാലൻസ് ചെക്ക് ചെയ്യുക? മുകളിൽ ഗോ ടു അടിച്ചു. ഇവിടെ നമുക്കൊരു സെർച്ചിങ് ബാർ കാണും. ഇവിടെ നമുക്ക് ജസ്റ്റ് ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് അടിക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് അടിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലെ ക്യാഷ് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി എൻ്റർ അടിച്ചു. നമുക്ക് ഏത് മന്ത് ആണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് മന്ത് സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു മന്തിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ ഡേറ്റിലും നമ്മൾ ചെക്ക് ചെയ്യണം ക്യാഷ് നെഗറ്റീവ് ഒന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ എന്നും വൈകിട്ട് പോകുന്നതിന് മുമ്പേ നമ്മൾ ക്യാഷ് ബാലൻസ് കറക്റ്റ് ആക്കി വെച്ചിട്ട് വേണം പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ. എന്നാലാണ് നമ്മൾക്ക് എൻട്രീസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. റീകൺസിലിയേഷൻ ഓഫ് ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ബാങ്ക് റീകൺസിലിയേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? ഡെറ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സുമായിട്ടുള്ള ഒരു റീകൺസിലിയേഷൻ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളുടെ ബുക്കിലുള്ള നമ്മളുടെ ക്രെഡിറ്റേഴ്സിൻ്റെ ബാലൻസ് തന്നെ ആയിരിക്കണം ആ പാർട്ടികളിലുള്ള ബാലൻസും എന്ന് പറയുന്നത്. ആ പാർട്ടികളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലും ഇതേ സെയിം ബാലൻസ് തന്നെ ഉണ്ടായിരിക്കണം. അതായത് ഞാനൊരു പാർട്ടിയുടെ അടുത്ത് പർച്ചേസ് നടത്തി, ഞാൻ ABC എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ അടുത്ത് പർച്ചേസ് നടത്തി. അപ്പോൾ എൻ്റെ ബുക്കിൽ ABCയുടെ ബാലൻസ് തന്നെ ആയിരിക്കണം ABCയുടെ ബുക്കിൽ എൻ്റെ ബാലൻസ് എന്നർത്ഥം. കാരണം ഓഡിറ്റിംഗ് ചെയ്യുമ്പോൾ എല്ലാ ഓഡിറ്റേഴ്സും ഒരു കൺഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യപ്പെടാറുണ്ട്. കാരണം രണ്ടും മാച്ച് ചെയ്തിട്ട് പോകണം. അപ്പോൾ ഇത് എപ്പോഴാണ് വ്യത്യാസം ഉണ്ടായിരിക്കുക? ഇപ്പോൾ ഞാൻ ABCയുടെ അടുത്ത് പർച്ചേസ് നടത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഗുഡ്സ് കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഗുഡ്സ് ഞാൻ റിട്ടേൺ അടിച്ചു. ഞാൻ പാർട്ടിയോട് പറഞ്ഞു ഗുഡ്സ് ഞാൻ റിട്ടേൺ അടിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഡെബിറ്റ് നോട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പർച്ചേസ് റിട്ടേൺ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ടാലിയിൽ ഉപയോഗിക്കുന്നതാണ് ഡെബിറ്റ് നോട്ട്. ഞാൻ പാർട്ടിക്ക് ഒരു ഡെബിറ്റ് നോട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തു. പക്ഷേ പാർട്ടി അതിന് കറസ്പോണ്ടിങ് ഒരു ക്രെഡിറ്റ് നോട്ട് എനിക്ക് തരാൻ വിട്ടുപോയി. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? എൻ്റെ ബുക്കിലെ ബാലൻസും പാർട്ടിയുടെ ബുക്കിലെ ബാലൻസും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ റെക്ടിഫൈ ചെയ്ത് നമ്മൾ ഒരു കൺഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ടാലിയിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ടാലി സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പാർട്ടിയുടെ ലെഡ്ജർ എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഗോ ടു സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഞാൻ ലെഡ്ജർ വൗച്ചേഴ്സ് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ ഞാൻ ഒരു പാർട്ടിയാണ് ഞാനിവിടെ അടിക്കുന്നത്. ഞാൻ ബിനു എന്നുള്ളൊരു പാർട്ടിയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടെടുത്തത്. ഇനി എനിക്ക് ഈ ബിനുവിൻ്റെ എല്ലാ കാര്യങ്ങളും കാണണം വിചാരിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് F2 അടിച്ചു, എസ്കേപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു, വീണ്ടും എസ്കേപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു.
ഇനി ഇവിടെ പ്രിന്റിന്റെ അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ജസ്റ്റ് പ്രിന്റിന്റെ അവിടെ സെലക്ട് ചെയ്തു, കറന്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി എനിക്ക് ഇപ്പോൾ ലെഡ്ജർ അക്കൗണ്ട്സ് കൊണ്ട് കാണുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ ജസ്റ്റ് കോൺഫിഗർ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് റിപ്പോർട്ട് ടൈപ്പിലെ ലെഡ്ജർ അക്കൗണ്ട്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കൺഫർമേഷൻ ഓഫ് അക്കൗണ്ട്സ്. ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. ഇനി ഇത് കൺട്രോൾ എ എടുത്ത് സേവ് ചെയ്തു കേട്ടോ. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ എ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ എടുക്കുകയാണ്. ഞാൻ പ്രിവ്യൂ എടുത്തു. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് F4 അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഗിവൻ ബിലോ ഇസ് ദ ഡീറ്റെയിൽസ് ഓഫ് യുവർ അക്കൗണ്ട്സ് ആസ് സ്റ്റാൻഡിങ് ഇൻ മൈ ഓർ അവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫോർ ദ എബോവ് മെൻഷൻ പീരിയഡ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ഈ പാർട്ടിയുടെ ബാലൻസുകൾ ഇത്രയാണ് എന്നുള്ളത്. ഇവിടെ 25,000 ഉണ്ട്, അതേപോലെ തന്നെ 1,305 ഉണ്ട്. അപ്പോൾ ബാക്കി ബാലൻസ് എത്രയാണ്? 21,000 രൂപയാണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അയച്ചു കൊടുക്കണം. അവരും എന്താണ്, നമ്മൾക്കും ഇതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അയച്ചു കൊടുക്കും. അപ്പോൾ അവർ ഓഡിറ്റിങ്ങിന് കൊടുക്കുന്ന സമയത്ത് ഇത് അറ്റാച്ച് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാസ് എൻട്രി എഗെയിൻസ്റ്റ് GST പേയ്മെൻറ്റ്. അതായത് നമ്മൾ GST ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, GST അല്ലെങ്കിൽ VAT. അപ്പോൾ നമ്മൾ GST ഒക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സൈറ്റിൽ പോയി പേയ്മെൻറ്റിൻ്റെ എൻട്രി ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ടാലിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? എന്നാലല്ലേ ടാലിയിലെ ബാലൻസ് കറക്റ്റ് ആകുള്ളൂ. അല്ലെങ്കിൽ GST പേയബിൾ എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി സൈറ്റിൽ പോയി GST ഗവൺമെൻറ്റിലേക്ക് അടച്ചു കഴിഞ്ഞാലും അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് എന്താണ്, ടാലിയിൽ നമ്മൾ കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, GST അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾക്ക് ടാലി സെലക്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് എടുത്തു, നമ്മൾ ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലൊക്കെ നമുക്ക് ഇവിടെ എമൗണ്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ പേയ്മെൻറ്റിൻ്റെ എൻട്രി ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ടാക്സ് സെറ്റ് ചെയ്തിട്ട് പോകുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ്, കൊടുക്കാനുള്ളതാണെങ്കിൽ എന്താണ്, നമ്മൾ പേയ്മെൻറ്റിലാണ് എൻട്രി ചെയ്യേണ്ടത്. കാരണം നമ്മൾ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയാണ്. ചിലപ്പോൾ നമ്മൾക്ക് എന്താണ്, ഇങ്ങോട്ട് കിട്ടാനുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ മൈനസ് ആയിട്ടാട്ടോ കാണിക്കുക. ഇപ്പോൾ ബാധ്യത ആയതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവായിട്ട് കാണിക്കുന്നത്. അപ്പോൾ GST സെറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രി നമുക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. ചെക്ക് സ്റ്റോക്ക് ബാലൻസ് നോ നെഗറ്റീവ്. അതായത് ക്യാഷൊക്കെ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, നമ്മളുടെ കമ്പനിയുടെ സ്റ്റോക്ക്. അതായത് ഒരു ഫിസിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നമ്മൾ ചെയ്തിരിക്കണം എന്നർത്ഥം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒരു ഐറ്റം 2 ഉണ്ടായിരിക്കുള്ളൂ, പക്ഷേ സിസ്റ്റത്തിൽ ഇപ്പോഴും ഇത് 4 കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, 2 നമുക്ക് വിൽക്കാൻ പറ്റിയിട്ടുള്ള പൊസിഷനിലുള്ളൂ, ബാക്കി 2 ഡാമേജ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു ഇയർ അവസാനിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക്, ഫിസിക്കലി ഉള്ള സ്റ്റോക്ക് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ടാലി സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കാം. നമ്മൾ ജസ്റ്റ് സ്റ്റോക്ക് സമ്മറി എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണുന്നുണ്ട്. ചില ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ ഐറ്റം ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്താണ്, നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് ഇതൊക്കെ നമ്മൾക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്താണ്, ഫിസിക്കൽ സ്റ്റോക്കാണ് നമ്മൾ ഇതിനൊക്കെ എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ചെയ്തു, വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതർ വൗച്ചേഴ്സ്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടെടുത്തു. എന്നിട്ട് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും ഫിസിക്കൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഫിസിക്കൽ സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ളത് വന്നു. ഇനി നമുക്ക് ഏത് ഐറ്റമാണോ നെഗറ്റീവ് ആയിട്ടുള്ളത് ആ ഐറ്റത്തിനാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്കിവിടെ ജസ്റ്റ് സ്പേസ് ബാർ അടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഐറ്റത്തിലാണെങ്കിലും, ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു മെറ്റൽ എന്ന് പറഞ്ഞ ഐറ്റമാണ് നമുക്ക് നെഗറ്റീവായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഐറ്റം നമ്മുടെ കയ്യിൽ ഇല്ല സ്റ്റോക്ക്, ഇതിനെ നമുക്ക് 0 ആക്കിയിട്ട് മാറ്റണം. ഈ ഐറ്റം നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. എന്നിട്ട് ഇവിടെ നമ്മൾക്ക് ഗോഡൗൺ, നമുക്ക് ഏത് ഗോഡൗണിലാണ് കിടക്കണം എന്നുള്ളതെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഇത് മെയിൻ ലൊക്കേഷനാണ്, മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി ഈ സ്റ്റോക്കിനെ നമുക്ക് ക്ലിയർ ചെയ്യണം. ഇപ്പോൾ ഇത് -1 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 1 അടിച്ചാൽ മതി. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് സേവ് ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കാം. സ്റ്റോക്ക് സമ്മറി സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മെറ്റൽ എന്നുള്ളൊരു ഐറ്റം നമുക്ക് ഇവിടെ ഇല്ല, കാരണം അത് ക്ലിയർ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യണം. ചിലപ്പോൾ ചില ഐറ്റംസ് നെഗറ്റീവായി വരിക നമ്മൾ പർച്ചേസിൻ്റെ എൻട്രി ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ പല പല കാരണങ്ങൾ കൊണ്ടാണ്, ഈ ഒരു കാര്യം മാത്രമായിരിക്കില്ല. അപ്പോൾ അത് നമ്മൾ ബില്ലുകൾ വെച്ച് നമ്മൾ കറക്റ്റ് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. പാസ് എൻട്രി ഫോർ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്.
നമ്മൾ പ്രധാനമായും അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയാണ് നമുക്ക് ചെയ്യാൻ അറിയേണ്ടത്. എന്താണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്താണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മന്ത് ക്ലോസ് ചെയ്യണ സമയത്ത് നമ്മൾക്ക് പെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ട്രാൻസാക്ഷൻ നമുക്ക് അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്കൊക്കെ അറിയാലോ, ഒരു മാസത്തെ സാലറി നമുക്ക് പിറ്റത്തെ മാസമല്ലേ കിട്ടാറുള്ളത് അല്ലേ? ഇപ്പം നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഫെബ്രുവരിയിലെ സാലറിയാണ് മാർച്ച് ഒരു 5 or 6 ഒക്കെ ആകുമ്പോൾ കിട്ടുക. പക്ഷേ ഇത് സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഫെബ്രുവരി സാലറിയാണ് ആക്ച്വലി. അപ്പോൾ ഇത് ബിസിനസ്സിനെ സംബന്ധിച്ച് ഫെബ്രുവരിയിൽ വരണം, എന്നാൽ ക്യാഷിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കൽ നമ്മൾ എന്നേ ഉള്ളൂ, മാർച്ചിലേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ്, അങ്ങനെയുള്ള എക്സ്പെൻസുകളെ നമ്മൾ പറയുക ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നാണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസിനെ നമ്മൾക്ക് 3 വിഭാഗമായിട്ട് തിരിക്കാം. ഒന്നാമത്തത് എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ്. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ, എക്സ്പെൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. കൊടുക്കാനുള്ളതായിരുന്നു പക്ഷേ ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല. സാലറി, അതേപോലെ തന്നെ റെൻറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ റെൻറ്റഡ് ബിൽഡിങ്ങിലാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് കഴിഞ്ഞ മാസം റെൻറ്റ് കൊടുക്കുക, പിറ്റത്തെ മാസമാണ് കൊടുക്കുക. പക്ഷേ ആ ഒരു എക്സ്പെൻസ് അവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്, അത് നമ്മൾ ആ മന്തിൽ തന്നെ കൊടുക്കണം. ആ മന്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് പ്രോബ്ലം, നമ്മുടെ പ്രോഫിറ്റ് എഫക്റ്റ് ചെയ്യും അത്. കാരണം നമ്മുടെ പ്രോഫിറ്റ് കൂടിയിട്ടാണ് നിൽക്കുക. അപ്പോൾ ഒരു മാസത്തെ ഇൻകം ആയിക്കോട്ടെ, എക്സ്പെൻസ് ആയിക്കോട്ടെ, അത് ആ മാസം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. നമ്മൾ ക്യാഷ് കൊടുത്തുവോ കൊടുത്തിട്ടില്ലേ എന്നുള്ളത് നമ്മളവിടെ നോക്കാൻ പാടില്ല. നമ്മൾ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്, അക്രൂവൽ ബേസിസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുക. എപ്പോൾ ഒരു ഇവന്റ് നടന്നോ അപ്പോൾ നമ്മളത് റെക്കോർഡ് ചെയ്യുന്നർത്ഥം. പൈസ കിട്ടിയോ കിട്ടിയിട്ടില്ലേ എന്നുള്ളത് അവിടെ ഒരു വിഷയമല്ല. പൈസ കിട്ടുമ്പോൾ കിട്ടിയതായിട്ട് റെക്കോർഡ് ചെയ്യും, കൊടുക്കുമ്പോൾ കൊടുക്കുന്നതായിട്ട് റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് അറിയാതെ നമുക്കൊരു അക്കൗണ്ടിങ് വർക്കിന് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ടാലിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതേപോലെ കുറേ കേസുകളുണ്ട്. സാലറി ഉണ്ട്, റെൻ്റ് ഉണ്ട്, ഓഡിറ്റ് ഫീ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു മന്തിൽ സെറ്റ് ചെയ്തിട്ട് വെക്കും. നെക്സ്റ്റ് മന്തിലാണ് നമ്മളതിൻ്റെ പേയ്മെൻറ്റ് എൻട്രി കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണത് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ടാലി സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ ഒരു മന്ത് എൻഡിലും അതേപോലെ തന്നെ ഇയർ എൻഡിങ്ങിലുമാണ് നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇയർ എൻഡിങ് ആണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇയർ എൻഡിങ്ങിലാണ്. കാരണം ഇയർ എൻഡ് അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണല്ലോ ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഞാനിവിടെ ഡേറ്റ് കൊടുക്കാം, 31/3 ഞാൻ സെലക്ട് ചെയ്തിട്ട് എടുത്തു. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയും ഏതിലാണ് ചെയ്യുക, ജേണലിലാണ് ചെയ്യുക. ഇവിടെ നമുക്ക് ജേണൽ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഓഡിറ്റ് ഫീയെ കുറിച്ചിട്ടാണ്. ഓൾട്ട് സി അടിച്ചു, ഓഡിറ്റ് ഫീ. ഇവിടെ ഞാൻ ഓഡിറ്റ് ഫീ എന്നുള്ളൊരു ലെഡ്ജർ കൊടുത്തു. അണ്ടർ എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഞാനിവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഞാൻ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ ഞാനൊരു എമൗണ്ട് കൊടുത്തു, 5000 കൊടുത്തു. ക്രെഡിറ്റ് എന്നുള്ളത് എന്താണ് കൊടുക്കേണ്ടത്, ഓഡിറ്റ് ഫീ പേയബിൾ. ഇവിടെ വെച്ചിട്ട് ഓൾട്ട് സി അടിച്ചു. നമുക്കിവിടെ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഓഡിറ്റ് ഫീ പേയബിൾ കൊടുക്കാനുണ്ട്. ഇതിൻ്റെ അണ്ടർ എന്താ കൊടുക്കേണ്ടത്, കറണ്ട് ലയബിലിറ്റി, ബാധ്യതയാണ്. ഇവിടെ നമുക്ക് കറണ്ട് ലയബിലിറ്റിക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മളിത് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു എൻട്രി നമ്മൾ സേവ് ചെയ്തു. ഇതിൻ്റെ ഇമ്പാക്റ്റ് എവിടെയാണ് വന്നിരിക്കണം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ജസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു, ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഓഡിറ്റ് ഫീ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ജസ്റ്റ് ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു, ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും, ഓഡിറ്റ് ഫീ പേയബിൾ കൊടുക്കാനുണ്ട്, ബാധ്യതയായിട്ട് ഇത് നമുക്കിവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ എന്താണ് ചെയ്യുക, അടുത്ത വർഷം തുടങ്ങുമ്പോൾ ഈ ഓഡിറ്റ് ഫീ നമ്മളെന്താണ് പേയ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഈ ഒരു വർഷത്തിനെ സംബന്ധിച്ച് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു മാസത്തിനെ സംബന്ധിച്ച് എന്താണ്, കൊടുക്കാനുള്ള ഒരു ബാധ്യതയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പറയുക. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പെൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. അടുത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്ന് പറയുന്നത് പ്രീപെയ്ഡ് ആണ്. ഇപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, കൊടുക്കാനുള്ളതായിരുന്നു. അതായത് നമ്മൾ കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് തന്നെ എന്താണ്, നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾക്ക് ഒരു 3 മാസത്തേക്കുള്ള റെൻറ്റ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ്. ഇപ്പം മാർച്ചിലെയും ഏപ്രിലെയും മെയ്യിലെയും റെൻറ്റ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു.
അപ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ അക്രൂവൽ ബേസിസ് ആണ് ഫോളോ ചെയ്യണത് അല്ലേ. അപ്പോൾ ഒരു മാസത്തെ എക്സ്പെൻസ് ആയിക്കോട്ടെ ഇൻകം ആയിക്കോട്ടെ അത് ആ മന്തിൽ മാത്രമേ വരാൻ പാടുള്ളൂ. കഴിഞ്ഞ മാസം വരാൻ പാടില്ല, പിറ്റത്തെ മാസം വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്താണ്, എങ്ങനെയാണ് പ്രീപെയ്ഡിൻ്റെ എൻട്രി വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു, നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ എന്താണ് പേയ്മെൻറ്റിൽ എൻ്റെ എൻട്രി ഇടേണ്ടത്, നമ്മൾ 3 മാസത്തേക്കുള്ള റെൻറ്റ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മാസം റെൻറ്റ് 10,000 ആണെന്ന് വിചാരിക്കാം. മാർച്ചിൽ നമ്മൾ മാർച്ച് ഏപ്രിൽ മെയ്യിലെ റെൻറ്റ് ഒരുമിച്ച് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് എന്താണ്, ആദ്യം നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത് എന്താണ്, മാർച്ചിലെ റെൻറ്റിനെ നമുക്ക് കാണിക്കണ്ടേ, റെൻറ്റ് മാർച്ചിലെ ബുക്ക് ചെയ്യണ്ടേ. അപ്പോൾ ഓൾട്ട് സി അടിച്ചു. ഇവിടെ നമ്മൾക്ക് റെൻറ്റ് എന്നുള്ള ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് നമ്മൾ കാണിച്ചു. ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ചു, എൻ്റർ. ഇപ്പം നമ്മൾ മൊത്തം 30,000 രൂപയാണ് കൊടുക്കുന്നത്. പക്ഷേ റെൻറ്റ് നമുക്ക് എന്താണ്, ഈ ഒരു മന്തിൽ എത്രയേ വരാൻ പാടുള്ളൂ, 10,000 ആണ്. ഇവിടെ നമുക്ക് 10,000 കാണിച്ചു. വീണ്ടും നമുക്ക് എന്താണ്, ഡെബിറ്റ് ആണ് കാണിക്കേണ്ടത്. ഇവിടെ എന്താണ് നമ്മൾ കാണിക്കേണ്ടത്, പ്രീപെയ്ഡ് റെൻറ്റ്. ബാക്കി 20,000 രൂപ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. എന്താണ്, പ്രീപെയ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ അണ്ടർ എന്താണ് വരേണ്ടത്, കറണ്ട് അസറ്റാണ്. കാരണം മുൻകൂട്ടി നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ വെറുതെ കൊടുക്കണതൊക്കെ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ ഇതെന്താണ്, കറണ്ട് അസറ്റാണ്. മുമ്പ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ചെയ്തപ്പോൾ ലയബിലിറ്റി ആയിരുന്നു, കൊടുക്കാനുള്ളതായിരുന്നു. ഇത് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. ഇവിടെ നമുക്ക് കറണ്ട് അസറ്റിലേക്ക് കാണിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ എത്രയാണ് കൊടുക്കുന്നത്, 20,000 ആണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് 20,000 കാണിച്ചു. ക്രെഡിറ്റിൽ എന്താണ്, ബാങ്കാണ് കാണിക്കുന്നത്. ബാങ്കിൽ എത്ര രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്, മൊത്തം 30,000 ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ചിട്ട് നമുക്ക് ഈ ഒരു എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കിയാലോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു, ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെൻസിൽ ഇവിടെ നമ്മൾക്ക് റെൻറ്റ് വന്നിട്ടുണ്ട്, 10,000 റെൻറ്റ് വന്നിട്ടുണ്ട്. ശരിയാണല്ലോ അല്ലേ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു, ഡീറ്റെയിൽ ഓൾട്ട് F1 അടിച്ചു. ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അസറ്റ് സൈഡിൽ പ്രീപെയ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 20,000 ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മാർച്ചിൽ റെൻറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി ഏപ്രിലെ റെൻറ്റാണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഏപ്രിൽ കൊടുക്കുന്ന സമയത്ത് ഇനി ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പ്രീപെയ്ഡ് റെൻറ്റിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ പ്രീപെയ്ഡ് കുറയണം. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഹെഡിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു വിചാരിക്കുക, വീണ്ടും കൂട്ടണം വിചാരിക്കുക, അതിനെ വീണ്ടും ക്രെഡിറ്റ് ചെയ്യണം. എന്നാൽ കുറയ്ക്കണം വിചാരിക്കുക, അതിനെ വീണ്ടും നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് ഡെബിറ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രീപെയ്ഡ് റെൻറ്റിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 20,000, അതിൽ നിന്ന് ഇനി കുറയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രീപെയ്ഡ് റെൻറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എന്തിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, റെൻറ്റിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്ന് പറയുക. അല്ലാതെ നമ്മൾ വീണ്ടും ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഇത്. ഇപ്പോൾ 6 മാസത്തേക്കുള്ള റെൻറ്റ് ഇത്ര എന്ന് പറഞ്ഞിട്ട് കാണിക്കും. എന്നിട്ട് 4ാമത്തെ മാസത്തെ റെൻറ്റിൻ്റെ എൻട്രി പ്രീപെയ്ഡ് റെൻറ്റ്, എന്നിട്ട് 4ാം മാസം കൊടുത്തിട്ടുള്ള എൻട്രി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരും. ആൻസറിൽ ഉണ്ടായിരിക്കും എന്താണ്, റെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു പ്രീപെയ്ഡ് റെൻറ്റ്. അപ്പോൾ നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ 6ാമത്തെ മാസത്തിൽ എന്തായിരിക്കും എൻട്രി ചെയ്യുക എന്നുള്ളതാണ്. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ചില ആൾക്കാർ നമ്മൾക്ക് വിചാരിക്കും ആദ്യത്തെ മാസം ഇതാണല്ലോ ചെയ്തത്, എല്ലാ മാസവും ഇതായിരിക്കില്ലല്ലോ, അപ്പോൾ തെറ്റി നമ്മൾ റെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷോ അങ്ങനെയൊക്കെ നമ്മൾ പറയും. എന്നാൽ അങ്ങനെയല്ല, എല്ലാ മാസവും ഈ ഒരു സെയിം എൻട്രി തന്നെയാണ് എന്താണ് ചെയ്യേണ്ടത്, റെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു പ്രീപെയ്ഡ് റെൻറ്റ്. അപ്പോഴാണ് ആ പ്രീപെയ്ഡിൽ നിന്ന് കുറഞ്ഞ് ഇപ്പോൾ ഇത് ഏപ്രിൽ മെയ്യോട് കൂടി പ്രീപെയ്ഡ് റെൻറ്റ് അവിടെ ക്യാൻസൽ ചെയ്തിട്ട് പോകും. അപ്പോൾ നമ്മളത് അടുത്ത വർഷത്തേക്ക് കടക്കുമ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മൾ ഈ വർഷത്തെയാണല്ലോ ചെയ്യണത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത വർഷത്തേക്ക് ചേഞ്ച് ചെയ്യണം. അടുത്ത വർഷം ഈ കൊടുക്കാനുള്ളതൊക്കെയും അതേപോലെ കിട്ടാനുള്ളതിനൊക്കെയും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ചെയ്യണം. നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പാസ് എൻട്രി ഫോർ അക്രൂഡ് ഇൻകം ആണ്. എന്താണ് അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിട്ടാനുണ്ട് കിട്ടിയിട്ടില്ല. ഒരു ഇൻകം കിട്ടാനുള്ളതായിരുന്നു, പക്ഷേ ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതൊരു ഇൻകം അല്ലാതെ ആകുന്നില്ലല്ലോ അല്ലേ. അപ്പം നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് പോലെ തന്നെ എന്താണ്, നമ്മൾ അക്രൂഡ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ടാലി സെലക്ട് ചെയ്തിട്ട് എടുത്തു, വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് ജേണലിലാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. ജേണൽ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ
നമുക്ക് ഡെബിറ്റ് എന്നോടത്ത് നമുക്ക് എന്താണ് അക്രൂഡ്. ഇപ്പോൾ കമ്മീഷൻ ആണെന്ന് വിചാരിക്കുക, നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം അക്രൂഡ് കമ്മീഷൻ. ഇവിടെ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം അക്രൂഡ് കമ്മീഷൻ. ഇതിന് അണ്ടർ എന്താണ് വരേണ്ടത്? കറണ്ട് അസറ്റ് ആണ്. കാരണം എന്താണ്? കിട്ടാനുള്ളതാണ്. കിട്ടിയിട്ടില്ല, കിട്ടാനുള്ളതാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിക്കാം. എൻ്റർ എൻ്റർ എൻ്റർ. ഇപ്പം ഞാനൊരു 3000 കാണിച്ചു. ക്രെഡിറ്റ് എന്നുള്ളത് എന്താണ്? ഒരു ഇൻകം അവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് അല്ലേ, ക്യാഷ് കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? കമ്മീഷൻ റിസീവ്ഡ് എന്ന ഒരു ലെഡ്ജറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിന് അണ്ടർ എന്താണ് കൊടുക്കേണ്ടത്? ഇൻഡയറക്റ്റ് ഇൻകം ആണ് കൊടുക്കേണ്ടത്. ഇൻഡയറക്റ്റ് ഇൻകം കൊടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ 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 എൻ്റർ. നമുക്ക് ഇതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് ഉണ്ടായിരിക്കണം നോക്കാം. ജസ്റ്റ് നമ്മൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും, ഇൻകത്തിന് നമുക്ക് 3000 കമ്മീഷൻ റിസീവ്ഡ് ഉണ്ടായിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്താലോ? ബാലൻസ് ഷീറ്റ് എടുത്തു. ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ബാലൻസ് ഷീറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അസറ്റ് സൈഡിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അക്രൂഡ് കമ്മീഷൻ നിന്നിട്ട് നമുക്കിവിടെ 3000 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് പോയിന്റ്, പാസ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഫോർ എക്സ്പോർട്ട്. അതായത് നമ്മളിപ്പോൾ ഒരു എക്സ്പോർട്ട്, ഒരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നമ്മൾ നടത്തുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ അവരുടെ കറൻസിയിലാണ് ചെയ്യുക. ഇപ്പം നമ്മൾ US എന്നോ അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്നോ ഒക്കെ വാങ്ങിക്കുമ്പോൾ അവരുടേതായ കറൻസിയിലാണ് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുക. പക്ഷേ നമ്മൾ വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ എന്താണ് ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ മാച്ച് ചെയ്തിട്ട് പോകണം. അപ്പോൾ വർഷം അവസാനിക്കുമ്പോൾ എന്താണ് ആ ഒരു ട്രാൻസാക്ഷനെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്തിട്ട് എൻട്രി പാസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ് നടത്തുന്ന സമയത്ത് $1 80 രൂപയാണെന്ന് വിചാരിക്കാം. പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് കറൻസിയുടെ റേറ്റ് ഒന്നുകിൽ ഇൻക്രീസ് ആകാം അല്ലെങ്കിൽ ഡിക്രീസ് ആകാം. അപ്പോൾ പാർട്ടിക്ക് കൊടുക്കുന്ന പേയ്മെന്റിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല. കാരണം ആ പാർട്ടി ഡോളറിലാണല്ലോ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ $1000 കൊടുക്കാനുണ്ടെങ്കിൽ പാർട്ടിക്ക് നമ്മൾ $1000 തന്നെ കൊടുക്കുന്നു. പക്ഷേ ഈ കറൻസിയിലുള്ള വ്യത്യാസം നമ്മളുടെ അക്കൗണ്ടിനെ ബാധിക്കും. അപ്പോൾ അതിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണ എൻട്രി, സെറ്റ് ഓഫ് ചെയ്യണ എൻട്രി നമ്മൾ വർഷ അവസാനം നമ്മൾ കാണിക്കണം. അപ്പോൾ നമ്മൾക്ക് അതിനെ നമ്മൾ ഫോറക്സ് ഗെയിൻ ഓർ ലോസ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിൽ അൺഅഡ്ജസ്റ്റഡ് ഫോറക്സ് ഗെയിൻ ഓർ ലോസ് വന്നിട്ടാണ് നമുക്ക് എൻട്രി കാണിക്കുക. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്ക് ടാലി സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫിഗർ ഇപ്പോൾ വന്ന് കിടക്കുന്നുണ്ട്. അൺഅഡ്ജസ്റ്റഡ് ഫോറക്സ് ഗെയിൻ ഓർ ലോസ് പറഞ്ഞിട്ട് ഈ 7000 വന്ന് കിടക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് വന്നിരിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇവിടെ വെച്ചിട്ടൊന്ന് നമുക്ക് എൻ്റർ അടിച്ചിട്ട് നോക്കാം. എൻ്റർ അടിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ ഒരു എൻട്രി ചെയ്തിട്ടുണ്ട്. അതായത് പർച്ചേസ് നടത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു കട്ടിംഗ് മെഷീൻ വാങ്ങിച്ചു. അപ്പോൾ നമ്മളിവിടെ $1000 നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എൻ്റർ അടിച്ചാൽ കാണാൻ പറ്റും. പർച്ചേസ് ചെയ്യുന്നത് $85 നമ്മൾ പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കണ എൻട്രി എടുക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. നമ്മൾ $1000 തന്നെയാണ് കൊടുക്കുന്നത്, അതിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അന്നത്തെ കറൻസിയുടെ റേറ്റ് $78 ആയിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള എമൗണ്ട് ആണ് ഇവിടെ നമുക്ക് കാണിക്കുക. നമ്മളിവിടെ 78000 രൂപയാണ് നമ്മുടെ രൂപയിൽ നിന്ന് വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മുടെ എവിടെയാണ് ഓട്ടോമാറ്റിക്കലി വരിക? ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതെന്താണ്? ലാഭമാണ്. കാരണം 85000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു, അതിൽ 78000 രൂപയാണ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 7000 രൂപ നമ്മളെ സംബന്ധിച്ച് ലാഭമാണ്. എന്നാൽ എപ്പോഴും ലാഭമാണോ ഉണ്ടാവുക? അല്ല. ചിലപ്പോൾ നമുക്ക് എമൗണ്ട് കൂടും, അപ്പോൾ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഇത് അസറ്റ് സൈഡിലാണ് കാണിക്കുക. അൺഅഡ്ജസ്റ്റഡ് ഫോറക്സ് ഗെയിൻ ഓർ ലോസ് കൊണ്ട് തന്നെയാണ് കാണിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് വർഷ അവസാനം നമുക്ക് ഈ ഫിഗർ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇൻകം ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇത് ഇൻകത്തിൻ്റെ കാറ്റഗറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. കാരണം വർഷം അവസാനിക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ഒരു ഇൻകോ എക്സ്പെൻസോ ഉണ്ടാക്കാൻ പാടില്ല. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അസറ്റും ലയബിലിറ്റിയാണ് കാണിക്കേണ്ടത് അല്ലേ? അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു ക്ലാസ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. നമുക്കത് എങ്ങനെയാണ് നോക്കാം. ജസ്റ്റ് നമ്മൾ എസ്കേപ്പ് ചെയ്തു. ഓൾട്ടർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ജേണലാണ് ഈ ക്ലാസ് സെറ്റ് ചെയ്യേണ്ടത്. ജേണൽ എടുത്തു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ എൻ്റർ എൻ്റർ. ഇവിടെ നമുക്കൊരു ക്ലാസ് നെയിം കൊടുക്കാം. ഇപ്പോൾ ഫോറക്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് നെയിം കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ചോദിക്കും, യൂസ് ക്ലാസ് ഫോർ ഫോറക്സ് ഗെയിൻ ഓർ ലോസ് അഡ്ജസ്റ്റ് ചെയ്യണോ? യെസ്. എൻ്റർ അടിച്ചു. ഇപ്പം നമ്മൾ ഈ ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യില്ല. വർഷ അവസാനം എപ്പോഴാണോ
വർഷാവസാനം ഈ ഫോറസ്റ്റ് ഗെയിൻ ഓർ ലോസ് എവിടെയാണോ കിടക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യുക. അപ്പോൾ ചില ട്രാൻസാക്ഷനിലെ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, ചില ട്രാൻസാക്ഷനിലെ ലോസ് ഉണ്ടായിരിക്കും. അതിന്റെ അൾട്ടിമേറ്റ് ഫിഗർ ആണ് ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്ട് ചെയ്യുക. അപ്പോൾ ഇപ്പൊ 100 രൂപ ലാഭം ഉണ്ടായിരുന്നു, 50 രൂപ നഷ്ടം ഉണ്ടായിരുന്നു, അപ്പോൾ ബാക്കി 50 രൂപ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. എന്നാൽ 100 രൂപ നഷ്ടം വന്നു, 50 രൂപ പ്രോഫിറ്റ് വന്നു, അപ്പോൾ നഷ്ടമാണ് കൂടുതൽ, അപ്പോൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ വർഷം അവസാനം മാത്രമാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ക്ലാസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരില്ലേ. ഇവിടെ വെച്ചിട്ട് ഒരു ലെഡ്ജർ നെയിം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ കേസിൽ ഗെയിൻ ആണ്, അതുകൊണ്ട് ഫോറസ്റ്റ് ഗെയിൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എക്സ്പെൻസ് ആണെങ്കിൽ എന്താണ് നമുക്ക് കൊടുക്കേണ്ടത്? എക്സ്പെൻസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം ഫോറസ്റ്റ് ഗെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ കൊടുത്തു. ഇവിടെ നമുക്കിത് എന്താണ്? ഇൻകം ആണ്. എക്സ്പെൻസ് ആണെങ്കിൽ എന്താണ്? എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കേണ്ടത്. ഇൻഡയറക്റ്റ് ഇൻകത്തിലേക്ക് കാണിച്ചു, ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ 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 എൻ്റർ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ജേണൽ സെലക്ട് ചെയ്തിട്ട് എടുക്കാം, വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ലാസ്റ്റ് ഡേറ്റിലാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ജേണൽ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ കണ്ടു നമുക്ക് ഇവിടെ ക്ലാസ് കാണിക്കും, നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്. ഇവിടെ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് സ്പേസ് ബാർ അടിച്ചാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടി, എത്ര പാർട്ടികളുണ്ടോ അത്ര പാർട്ടികൾ കാണിക്കും. ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എൻ്റർ അടിച്ച് കൊടുത്താൽ മതി. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ എൻ്റർ എൻ്റർ. ഈ ഒരു എൻട്രി നമ്മൾ എൻ്റർ അടിച്ച് സേവ് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് ഇനി എടുത്ത് നോക്കിയാലോ. നമ്മൾ ജസ്റ്റ് ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു, ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫോറസ്റ്റ് ഗെയിൻ ഓർ ലോസ് നമുക്ക് കാണുന്നില്ല. ജസ്റ്റ് നമ്മൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ഇൻഡയറക്റ്റ് ഇൻകത്തിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫോറസ്റ്റ് ഗെയിൻ കൊണ്ട് നമുക്ക് ഇവിടെ 7,000 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫോറസ്റ്റ് ഗെയിൻ ഓർ ലോസ് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എന്താണെന്നുള്ളത് നോക്കിയാലോ. ഡിപ്രീസിയേഷൻ്റെ എൻട്രിയാണ് നമുക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ഫേമിൽ ഒരുപാട് അസറ്റുകൾ ഉണ്ടായിരിക്കും, ഫിക്സഡ് അസറ്റുകൾ ഉണ്ടായിരിക്കും. ആ അസറ്റുകൾക്കൊക്കെ നമ്മൾ ഡിപ്രീസിയേഷൻ നമ്മൾ സെറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ പറഞ്ഞാൽ എന്താണ്? തേയ്മാനം. നമ്മൾ ഇപ്പോൾ ഒരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 3 മാസം കഴിഞ്ഞ് കാറ് വിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അതിൻ്റെ റേറ്റ് കിട്ടില്ല അല്ലേ. അപ്പോൾ അതിനൊരു തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ടാലി സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രി നമ്മൾ ജേണലിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ജേണൽ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് ജേണൽ എടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഡിപ്രീസിയേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ്റെ ലെറ്റർ നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള അസറ്റുകൾക്കാണ് നമ്മൾ ഡിപ്രീസിയേഷൻ്റെ ചാർജ് ചെയ്യണ എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഫർണിച്ചർ ഉണ്ട്, അങ്ങനെ ഒരുപാട് അസറ്റുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു, ഡീറ്റെയിൽഡ് എടുത്തു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മുടെ കയ്യിൽ എയർ കണ്ടീഷണർ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ മുകളിലാണ് നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. നമ്മൾ ഈ അസറ്റ് എന്ന് വാങ്ങിച്ചു എന്നാണോ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതുവരെയുള്ള പീരീഡ് വെച്ചിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഓരോന്നിനും ഡിഫറൻ്റ് ആയിരിക്കും. 15 ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫർണിച്ചറിനാണെങ്കിൽ 15 ഉണ്ട്, അതേപോലെ തന്നെ 20 ഉണ്ട്, 5% ഉണ്ട്. അപ്പോൾ അത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ്റെ എൻട്രി ചെയ്യാൻ നോക്കാം. നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഈ ഒരു എൻട്രി നമ്മൾ ജേണലാണ് ചെയ്യേണ്ടത്. നമുക്ക് ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ്, ഡിപ്രീസിയേഷനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഏകദേശമായിട്ട് ഒരു 20,000 ഞാൻ ഡിപ്രീസിയേഷൻ കാണിക്കുകയാണ്. ക്രെഡിറ്റ് എന്നുള്ളിടത്ത് നമ്മുടെ ഏതാണോ അസറ്റ്. അപ്പോൾ ഞാനിവിടെ എയർ കണ്ടീഷണർ. അപ്പോൾ കണ്ടു എയർ കണ്ടീഷൻ്റെ എമൗണ്ട് നമുക്ക് ഇവിടെ കുറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. എന്ന് മോൾക്ക് വാങ്ങിച്ചു എന്നാണോ ഡിപ്രീസിയേഷൻ ചെയ്യണത് അതാണ് കാൽക്കുലേറ്റ് ചെയ്യുക. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എൻ്റർ അടിച്ചു. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കിയാലോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു, ഡീറ്റെയിൽഡ് എടുത്തു. ഇവിടെ നമുക്ക് എക്സ്പെൻസിൽ നമുക്ക് ഇവിടെ ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാലോ. ബാലൻസ് ഷീറ്റ് എടുത്തു, ഡീറ്റെയിൽഡ് എടുത്തു. ഇവിടെ നമുക്ക് എയർ കണ്ടീഷൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ ഡിക്രീസ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കിയാലോ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ടാക്സ് പ്രൊവിഷൻ ആണ്. നമ്മൾ പ്രോഫിറ്റിന്റെ മുകളിൽ ഒരു ഇൻകം ടാക്സ് കൊടുക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ എന്താണ് ഒരു പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും. കാരണം ഒരു 10,000 എബോവിൻ്റെ മുകളിൽ കാരണം ഒരു 10,000 എബോവ് ഒക്കെയാണ് നമ്മൾ ടാക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് എപ്പോഴും എന്താണ് നമ്മളൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റിൽ നിന്ന് നമ്മളൊരു പ്രൊവിഷൻ എടുത്ത് വെക്കണം. അപ്പോൾ നമ്മളൊരു അഡ്വാൻസ് ടാക്സ് ആയിട്ട് നമ്മൾ കൊടുക്കണം. 10,000 മുകളിലാണ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളെപ്പോഴും ഒരു അഡ്വാൻസ് ടാക്സ് ആയിട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ബാക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ടാക്സിൻ്റെ പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം.
അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ടാലി നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അഡ്വാൻസ്ഡ് ടാക്സ് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് 24,000 കിടക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ എന്താണ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പോഴല്ല നമ്മൾ കൊടുക്കുക. ഇവിടെ 10,000 മുകളിലാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എപ്പോഴും പറയും ടാക്സ് അഡ്വാൻസ് ആയിട്ട് അടയ്ക്കണമെന്ന്. എന്നിട്ടാണ് നമ്മൾ എന്താണ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ഒരു 30,000 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്താണ് അതിനുള്ള എൻട്രിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 പാർട്ട്നേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഈ 2 പാർട്ട്നേഴ്സിലേക്കും നമുക്ക് എന്താണ് 2 പാർട്ട്നേഴ്സും കൂടിയിട്ടാണല്ലോ ഇതിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ മൊത്തം പ്രോഫിറ്റ് ഇപ്പോൾ 30,000 ആണെന്ന് നമുക്ക് ഇമേജ് ചെയ്യാം. ഇപ്പോൾ മൊത്തം കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് 30,000 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനുള്ള ടാക്സിൻ്റെ എൻട്രി എങ്ങനെയാണ് നമുക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ആ ഒരു എൻട്രി നമ്മൾ എന്തിനാണ് ചെയ്യുക, ജേണലാണ് ചെയ്യുക. ഇപ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 30,000 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ അതിനുള്ള ഒരു പ്രൊവിഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി എന്താണ് അവർ ക്യാപിറ്റലിൽ നിന്ന് കുറയുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ കുറയണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിനെ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം റോഷൻസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. റോഷൻസ് ക്യാപിറ്റൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ 30,000 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ തന്നെ നമ്മൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ റോഷൻസിനാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇപ്പോൾ ഏകദേശം ഒരു 20,000 കൊടുത്തു. വീണ്ടും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഡെബിറ്റ് കാണിച്ചു. രണ്ടാമത്തെ ആളാരാണ്, സഞ്ജു ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണിക്കാം സഞ്ജു ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണിക്കാം 10,000 കാണിച്ചു. എൻ്റർ അടിച്ചു. ക്രെഡിറ്റ് എന്നുള്ളത് എന്താണ് കാണിക്കേണ്ടത്, നമ്മുടെ ഒരു പ്രൊവിഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്കൊരു ലെഡ്ജർ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ടാക്സ് ഫോർ ഇൻകം ടാക്സ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഇൻകം ടാക്സ് പ്രൊവിഷൻ എന്ന് പറഞ്ഞ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യൂ. ഇതിൻ്റെ അണ്ടർ എന്താണ് കൊടുക്കേണ്ടത്, പ്രൊവിഷൻസിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു, എൻ്റർ അടിച്ചു. എൻ്റർ ഈ ഒരു എൻട്രി നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാലോ. ബാലൻസ് ഷീറ്റ് എടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ പ്രൊവിഷൻസ് വന്നിട്ട് ഇവിടെ നമുക്ക് 30,000 നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് അത് കുറഞ്ഞിട്ടുമുണ്ട്. ഇനി നമ്മൾ ടാക്സ് കൊടുക്കുമ്പോൾ എന്താണ്, നമ്മൾ മുമ്പേ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടാക്സ്. അപ്പോൾ അത് കഴിച്ചിട്ടുള്ള എമൗണ്ട് അല്ലേ കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് വൗച്ചർ നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. വീണ്ടും നമ്മൾ ജേണൽ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി എന്താണ്, മുമ്പ് നമ്മൾ പ്രൊവിഷൻസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കാം ഇൻകം ടാക്സ് ഫോർ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണിക്കാം. അപ്പോൾ നമുക്ക് എമൗണ്ട് എത്രയാണ് കാണിക്കേണ്ടത്, 30,000 ആണ് കാണിക്കേണ്ടത്. ഇവിടെ നമ്മൾ 30,000 കാണിച്ചു. ക്രെഡിറ്റ് എന്നുള്ളടത്ത് എന്താണ് കാണിക്കേണ്ടത്, നമ്മൾ മുമ്പേ അഡ്വാൻസ് ടാക്സ് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളതല്ലേ ഇനി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി എന്താണ്, നമ്മൾ മുമ്പേ എന്താണ് അഡ്വാൻസ് ടാക്സ് ആയിട്ട് 24,000 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് പ്രൊവിഷനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ക്രെഡിറ്റ് എന്നുള്ളടത്ത് എന്താണ് കൊടുക്കേണ്ടത്, നമ്മൾ അഡ്വാൻസ് ടാക്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്വാൻസ് ടാക്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അഡ്വാൻസ് ടാക്സ് എത്രയാണ് വന്നിരിക്കുന്നത്, 24,000 ആണ് വന്നിരിക്കുന്നത്. എൻ്റർ അടിച്ചു. ഇനി ക്രെഡിറ്റ് എന്നുള്ളടത്ത് എന്താണ് കാണിക്കേണ്ടത്, ഇനി നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കണം, ബാക്കിയുള്ളത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയൊരു ലെഡ്ജർ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇൻകം ടാക്സ് പേയബിൾ, ഇത് എന്താണ്, നമ്മളുടെ ബാധ്യതയാണ്. അണ്ടർ എന്താണ് കൊടുക്കേണ്ടത്, അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ലെഡ്ജർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൊടുക്കാം ഇൻകം ടാക്സ് പേയബിൾ എന്നൊരു ലെഡ്ജർ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇതിൻ്റെ അണ്ടർ എന്താണ് കൊടുക്കേണ്ടത്, ഇതിൻ്റെ അണ്ടർ കാണാൻ കൺട്രോൾ എൻ്റർ അടിച്ചു. കറണ്ട് ലയബിലിറ്റിയിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. ഈ 6,000 ഇനി നമ്മൾ കൊടുക്കാനുണ്ട്. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു. നമ്മളെന്താണ് അടുത്ത വർഷമാണല്ലോ നമ്മുടെ ഇൻകം ടാക്സിൻ്റെ റിട്ടേണും ഇതൊക്കെ കൊടുക്കുക. അപ്പോൾ ഈ ബാലൻസ് എമൗണ്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്, മുൻകൂട്ടി തന്നെയാണ് നമ്മൾ ടാക്സ് കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് വെക്കുക. നമ്മുടെ എല്ലാ സ്റ്റെപ്പുകളും കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ വർഷത്തെ പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ട്രാൻസ്ഫർ പ്രോഫിറ്റ് ടു ക്യാപിറ്റൽ. ഇതാണ് ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടാലി സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മൾ എന്താണ് ഓരോ വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മൾ സാധാരണ പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു, ഡീറ്റെയിൽ എടുത്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് ഇത്രയും എമൗണ്ട് വന്നിട്ടുണ്ട്. ഇതെന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ക്യാപിറ്റലിലേക്ക്
ഇതെന്താണ് ചെയ്യേണ്ടത്? ഇതെന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മളൊരു എൻട്രിയാണ് കാണിക്കേണ്ടത്. അപ്പോൾ ആ എൻട്രി എങ്ങനെയാണ് വരിക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി ഇപ്പോൾ ക്യാപിറ്റലിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. നമ്മൾ ജസ്റ്റ് ബാലൻസ് ഷീറ്റ് എടുത്തു, ഡീറ്റെയിൽഡ് എടുത്തു. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. ക്യാപിറ്റലിന് എപ്പോഴും ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടായിരിക്കുക അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ്, ഈ ക്യാപിറ്റലിലേക്കാണ് നമ്മൾ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാപിറ്റലിന് ഓൾറെഡി ഒരു ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്, അതിനോട് കൂടി കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ചെയ്യേണ്ടത്? ക്യാപിറ്റലിന് ഓൾറെഡി ഒരു ക്രെഡിറ്റ് ഉണ്ട്, വീണ്ടും കൂട്ടണമെങ്കിൽ അതിനെ തന്നെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തിനെ ഡെബിറ്റ് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. എന്നാൽ നമ്മൾക്ക് ലോസ് ആണ് വന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലോ, അതായത് നെറ്റ് ലോസ് ആണ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക? അപ്പോൾ എന്താണ്, ഇനി നമ്മൾ ബിസിനസ് കൊടുക്കണോ പ്രോഫിറ്റ്? വേണ്ട അല്ലേ? കാരണം ആ ക്യാപിറ്റലിലൂടെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ പറയും ഇനി ഇങ്ങോട്ട് പൈസ വെക്കൂ, എന്നാലേ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാപിറ്റലിൽ നിന്ന് കുറയണമെങ്കിൽ ക്യാപിറ്റലിന് ഓൾറെഡി ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. കുറയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ നല്ല രീതിക്ക് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്, കാരണം പ്രോഫിറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് ചെയ്തു, വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ഈ എൻട്രി ജേണലിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡെബിറ്റ് എന്നുള്ളത് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ ഒരു എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. 2,35,939 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് 2,35,939.76 നമ്മളിവിടെ കൊടുത്തു, എൻ്റർ അടിച്ചു. ഡെബിറ്റ് എന്നുള്ളത് എന്താണ്? നമ്മൾ ക്യാപിറ്റലിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് റോഷൻസ് ക്യാപിറ്റൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അനുസരിച്ചെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ റോഷൻസിനാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 1,75,000 രൂപ കൊടുത്തു. വീണ്ടും നമ്മൾ ക്രെഡിറ്റ് എന്നുള്ളത് നമുക്ക് എന്താണ്? അടുത്ത ആളുടെ സഞ്ജൂസ് ക്യാപിറ്റലിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മൾ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. ഞാൻ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എൻ്റർ ചെയ്തു, എൻ്റർ അടിച്ചു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്ക് കടക്കുകയാണ്. പല ആൾക്കാരും ധാരണ നമ്മൾ ഓരോ വർഷവും ഓരോരോ കമ്പനികൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഈ ഒരു കമ്പനിയിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു കമ്പനിയുടെ വർഷങ്ങൾ മാത്രമേ മാറ്റി കൊടുക്കുന്നുള്ളൂ. ഇപ്പം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ കറണ്ട് പീരീഡ് പറഞ്ഞത് 1/4/25 to 31 മാർച്ച് 26 ആണ്. നമ്മുടെ അടുത്ത വർഷത്തേക്ക് കടക്കുമ്പോൾ ഈ ഒരു പീരീഡ് മാത്രമേ മാറ്റി കൊടുക്കുന്നുള്ളൂ. കാരണം ഇതിന്റെ ബാലൻസുകൾ അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോവാണ്. അല്ലാതെ ഓരോ വർഷം ഓരോ കമ്പനികൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് Alt F2 അടിച്ചു. ഇവിടെ നമുക്ക് കൊടുക്കാം 1/4/2026 to 31/3/2027. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാലോ. ബാലൻസ് ഷീറ്റ് എടുത്തു, ഡീറ്റെയിൽ എടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾക്ക് കൊടുക്കാനുള്ള ബാലൻസുകളും കിട്ടാനുള്ള ബാലൻസുകളും മാത്രമാണ് ഇവിടെ നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കിയാലോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു, ഡീറ്റെയിൽ എടുത്തു. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മുടെ സ്റ്റോക്ക്, കാരണം കഴിഞ്ഞ വർഷം ക്ലോസിംഗ് സ്റ്റോക്ക് ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് മാറുമല്ലോ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, കാരണം പ്രോഫിറ്റ് ഒക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ എൻട്രിയും നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വർഷം നമ്മൾ കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം കുറേ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നമുക്ക് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓഡിറ്റ് ഫീ പേയബിൾ ഉണ്ട്, അതേപോലെ തന്നെ ഇൻകം ടാക്സ് പേയബിൾ നമ്മൾ അടുത്ത വർഷമാണ് നമ്മൾ കൊടുക്കുക. അതേപോലെ നമുക്ക് ഇവിടെ പ്രീപെയ്ഡ് റെന്റ് ഉണ്ട്, അക്രൂഡ് കമ്മീഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ അടുത്ത വർഷമല്ലേ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ അതിനുള്ള എൻട്രി നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. കഴിഞ്ഞ വർഷം കൊടുക്കാനുള്ള ഓഡിറ്റ് ഫീ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പേയ്മെന്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി നമ്മൾ ഓഡിറ്റ് ഫീ അല്ല ഡെബിറ്റ് ചെയ്യേണ്ടത്, കാരണം ഓഡിറ്റ് ഫീ കഴിഞ്ഞ വർഷം വന്നു കഴിഞ്ഞിട്ടുണ്ട്. കൊടുക്കാനുള്ളതിന് എന്താണ്? ഓഡിറ്റ് ഫീ പേയബിൾ. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം ഓഡിറ്റ് ഫീ പേയബിൾ, എൻ്റർ അടിച്ചു. അപ്പോൾ ഓഡിറ്റ് ഫീ പേയബിളിൻ്റെ എമൗണ്ട് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് 5% കാണിച്ചു. ക്രെഡിറ്റ് എന്നുള്ളത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ബാങ്ക് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. ഇനി അടുത്തത് എന്താണ്? നമ്മൾ ഏപ്രിലെ റെന്റ് നമ്മൾക്ക് ബുക്ക് ചെയ്യണ്ടേ? മാർച്ചിലെ റെന്റ് അല്ലേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏപ്രിലെ റെന്റ് ഇനി കൊടുക്കണ്ട, കാരണം ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ട്. അതിലുള്ള അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഏതിനാണ് ചെയ്യുക? ജേണലിലാണ് ചെയ്യുക. നമ്മൾ റെന്റിനെ ബുക്ക് ചെയ്യുന്നു. നമ്മൾ പ്രീപെയ്ഡ് റെന്റിനെ നമ്മൾ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ഇല്ലാതെയാക്കാൻ ഇപ്പം എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എന്തിനെ ഡെബിറ്റ് ചെയ്യണം? റെന്റ് വരണ്ടേ? ഏപ്രിലെ റെന്റ് ബുക്ക് ആവണ്ടേ? അപ്പോൾ ഇവിടെ നമുക്ക് റെന്റ് നോട്ട് ഇവിടെ നമുക്ക് കാണിക്കാം. റെന്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. റെന്റ് 10,000 രൂപ നമ്മൾ കാണിച്ചു, എൻ്റർ അടിച്ചു.
ക്രെഡിറ്റ് എന്നുള്ളത് എന്താണ് കാണിക്കേണ്ടത്? പ്രീപെയ്ഡ് റെൻറ്റ്. ഇവിടെ നമ്മൾക്ക് പ്രീപെയ്ഡ് റെൻറ്റിലേക്ക് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് എടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ നോക്കൂ, പ്രീപെയ്ഡ് റെൻറ്റ് 10,000 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതേ എൻട്രി തന്നെയാണ് നമ്മൾ ഏത് മാസത്തിലും ചെയ്യുക, മെയ്യിലും ചെയ്യുക. അപ്പോൾ അതോടുകൂടി പ്രീപെയ്ഡ് റെൻറ്റ് അവിടെ നില്ലായിട്ട് മാറും. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി നമുക്ക് കമ്മീഷൻ ഉണ്ട്. അപ്പോൾ മുമ്പ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്മീഷൻ, ഇപ്പോൾ നമുക്ക് കിട്ടുന്നു. അപ്പോൾ കിട്ടല്ലേ ചെയ്യണത്? റെസിപ്റ്റ് എടുക്കാം. മുമ്പ് നമ്മൾ എന്താണ് അക്രൂഡ് കമ്മീഷനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെ ഇല്ലാതെയാക്കാൻ ഇപ്പോൾ എന്ത് ചെയ്യണം? അക്രൂഡ് കമ്മീഷനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് അക്രൂഡ് കമ്മീഷൻ ഇപ്പോൾ ഇവിടെ എമൗണ്ട് കാണിക്കും ഇത്രയും. അപ്പോൾ അക്രൂഡ് കമ്മീഷൻ്റെ എമൗണ്ട് ഇവിടെ 3,000 പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ 3,000 അടിച്ചു. ഡെബിറ്റ് എന്നുള്ളത് എന്താ കൊടുക്കേണ്ടത്? ക്യാഷ് കൊടുത്തു, എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാലോ? ബാലൻസ് ഷീറ്റ് എടുത്തു, ഡീറ്റെയിൽഡ് എടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓഡിറ്റ് ഫീ പേയബിൾ ഇവിടെ നില്ലായി മാറിയിട്ടുണ്ട്. പ്രീപെയ്ഡ് റെൻറ്റിൽ 10,000 ഉണ്ട്. ഇത് നമ്മൾ അടുത്ത മാസമാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ അക്രൂഡ് കമ്മീഷനും ഇവിടെ നമുക്ക് നില്ലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ഫൈനലൈസേഷൻ പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഇതറിഞ്ഞാലേ നമ്മളൊരു അക്കൗണ്ടൻ്റ് ആകുള്ളൂ. അപ്പോൾ നമ്മൾ മാർച്ചിന് മുമ്പേ, മാർച്ച് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് വെക്കണം. എനിക്ക് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടിയാണ് കേട്ടോ. കാരണം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മാർച്ചിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ഓരോ വർഷവും ഞാൻ ചെയ്യാറുണ്ട് ഇത്. പക്ഷേ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ വരാറില്ലല്ലോ പുതിയ ആൾക്കാർക്കാവുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വർഷം വീണ്ടും ഇത് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.